കൊട്ടേഷൻ സംഘം തട്ടിക്കൊണ്ടുപോയ അന്നൂസ് റോഷനെ 5-ാം ദിവസം തിരികെ കിട്ടി. കേരളത്തിലെ ജനങ്ങളെല്ലാവരും ഈ കുട്ടിയെ 21 വയസ്സുകാരനെ തട്ടിക്കൊണ്ടുപോയാൽ അവരെല്ലാം ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു. എന്ത് സംഭവിച്ച ആ കുട്ടിക്ക്? കൊല്ലപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലായിരുന്നു. അന്നൂസ് റോഷൻ്റെ ജ്യേഷ്ഠൻ വിദേശത്താണ്, ദുബായിലാണ്. അവിടെ 55 ലക്ഷം രൂപ അയാൾ ആർക്കോ കൊടുക്കാനുണ്ട്. ആ പണം ഈടാക്കാൻ വേണ്ടിയിട്ടാണ് വീട്ടിൽ വന്ന് 2 പേര് ഈ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയത്. കൊച്ചുകുട്ടിയാണ്, 20-21 വയസ്സേ ഉള്ളൂ. അതിനൊന്നും അറിഞ്ഞുകൂടാ. അതിനെ ഇവർ ബലം പ്രയോഗിച്ച് കാറിൽ കയറ്റിക്കൊണ്ടുപോയി. മുക്കം പോലീസ് വളരെയധികം വിഷമിച്ചു. വീട്ടിൽ നിന്നാണ് തട്ടിക്കൊണ്ടുപോയത്. അതിൻ്റെ അന്നൂസ് റോഷൻ്റെ പിതാവ് കിഴക്കോത്ത് സ്വദേശി ആയ റഷീദ്, അവരുടെ വീട്ടിൽ നിന്നാണ് കൊച്ചിനെ തട്ടിക്കൊണ്ടുപോയത്. ഇപ്പോൾ വരുന്ന വാർത്തകൾ മൈസൂരിലെ ഒരു ലോഡ്ജിലായിരുന്നു താമസിപ്പിച്ചത്. 5 ദിവസം അവിടെ താമസിച്ചു. കുട്ടിക്ക് പരിക്കൊന്നും ഏറ്റിട്ടില്ല, ഉപദ്രവിച്ചില്ല, ഒന്നും പറഞ്ഞില്ല. അവിടെ 5 ദിവസം താമസിച്ച് പൂട്ടിയിട്ടിരുന്നു. ആൾക്കാർ കൂടെ ഉണ്ടാവും. 2 പേരാണ് തട്ടിക്കൊണ്ടുപോയെന്ന് പറയുന്നത്. പക്ഷേ ഇതിനകത്ത് നേരത്തെ 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. CCTV ദൃശ്യത്തിലും ഈ തട്ടിക്കൊണ്ടുപോകുന്നതിന് സഹായിക്കാൻ എനിക്ക് കൂട്ടുനിന്നവരെല്ലാം 3 പേരെ. ഇപ്പോഴേ മൈസൂരിൽ നിന്നൊരു ഒരു ടൂറിസ്റ്റ് കാറിലാണ് കൊണ്ടോട്ടിയിലെത്തിയത്. കൊണ്ടോട്ടിയിൽ എത്തിക്കഴിഞ്ഞപ്പം പോലീസ് മൈസൂരിന് ശേഷം അത് ട്രാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് കൊണ്ടോട്ടിയിലേക്ക് പോലീസ് നീങ്ങി. അവിടെ വെച്ച് ഈ അന്നൂസിനെ ഒരു കാറിൽ കൊണ്ടുവന്ന് അക്രം എന്ന് വിളിക്കുന്ന ഒരു ഡ്രൈവറെ ഇറക്കിയ സന്ദർഭത്തിൽ പോലീസ് പിടിവീണു. പയ്യനെ കിട്ടി ജീവനോടെ. അക്രത്തിനെ കസ്റ്റഡിയിലെടുത്തു. പോലീസ് അന്വേഷണമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അതിൻ്റെ യഥാർത്ഥത്തിൽ ആരാണ് തട്ടിക്കൊണ്ട് പോയതെന്ന് സൂചന കിട്ടിയെന്ന്. ആ കുട്ടിക്ക് ലോഡ്ജിൽ അല്ലെങ്കിൽ ആ ഹോട്ടലിൽ താമസിച്ച സമയത്ത് ചിലരെയൊക്കെ കണ്ടെങ്കിലും ആരെയും മനസ്സിലായില്ല, ആരാണെന്നറിയില്ല. കാരണം 20-21 വയസ്സുള്ള പഠിക്കുന്ന വിദ്യാർത്ഥിയാണ്, വീട്ടിൽ തന്നെ വളർന്നു വന്ന കുട്ടിയാണ്. അതിന് പുറം ലോകമായിട്ട് വലിയ പരിചയമില്ല. എന്തായാലും ഗുണ്ടകൾ തന്നെയാണ് ആ 2 പേര്, സംശയമില്ല. അവിടെ കൊണ്ടാക്കിയിട്ട് ആ ലോഡ്ജിൽ ആ ഹോട്ടലിൽ തന്നെ ആ കുട്ടി കിടന്നു. അവിടെ തന്നെ അവരെ നോക്കാൻ ആളുണ്ടാവും. അടുത്ത് ചിലപ്പം കൂടെ ആൾ ഉണ്ടായിരിക്കും, സാധ്യത കൂടുതലാണ്. അല്ലെങ്കിൽ കുട്ടി ചാടി ഇറങ്ങിപ്പോകും. ആ ഒരു സംഭവം കേരളത്തെ ഇതുപോലെയുള്ള പല കേസുകളുമായിട്ട് ബന്ധപ്പെട്ട് കൂട്ടി വായിക്കാനേ കഴിയുള്ളൂ. അതുകൊണ്ടാണ് അതിന് വലിയ പ്രാധാന്യമുള്ളത്. ജീവനോടെ കുട്ടിയെ കിട്ടിയത് തന്നെ വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു. താമരശ്ശേരി DYSP ആണ് ഈ കേസിൻ്റെ അന്വേഷണം നടത്തുന്നത്. മൈസൂർ ഹോട്ടൽ പോലീസ് ഇപ്പം കണ്ടെത്തും. അവിടെ മുറിയെടുത്ത ആളെ അറിയാം. അത് കള്ള ഡ്രസ്സ് കൊടുക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ഏതായാലും ടാക്സി ആരാണ് ഹയർ ചെയ്തത്, അത് അവിടെ മുതൽ ട്രാക്ക് ചെയ്യാൻ പോലീസിന് സാധിക്കും. യഥാർത്ഥത്തിൽ ഇതിൻ്റെ പിന്നിൽ ആരാണ് എന്നുള്ള കാര്യത്തിലേക്ക് എത്തും എന്നാണ് ഞാൻ കരുതുന്നത്. അതുതന്നെയല്ല, ഇതുപോലെയുള്ള സംഭവങ്ങൾ ധാരാളം കേരളത്തിലുണ്ടായിട്ടുണ്ട്. കേരളത്തിൽ അടുത്ത കാലത്ത് അൻവറിൻ്റെ കാലഘട്ടത്തിൽ കോഴിക്കോട്ട് നിന്ന് ഒരാളെ തട്ടിക്കൊണ്ടുപോയ സംഭവം നമ്മളെല്ലാവരും ഓർക്കുന്നുണ്ട്. ആ ഒരു സംഭവം നമുക്ക് മറക്കാൻ കഴിയില്ല. കാരണം മാമിയുടെ തിരോധാനം 2021 ഓഗസ്റ്റ് 21 വീട്ടിൽ നിന്ന് പുറത്തുപോയ മാമിയെ പിന്നെ കണ്ടില്ല. ഗൾഫ് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന മാഫിയ ഗ്രൂപ്പാണ് തട്ടിക്കൊണ്ടുപോയെന്ന് കരുതുന്നു. റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുമായിട്ട് ഒരു 300 കോടിയുടെ ഇടപാട് മാമി നടത്തിയിട്ടുണ്ടെന്നാണ്, അല്ലെ മാമിക്ക് അറിയാം, അല്ലെ മാമിക്ക് അതിൻ്റെ അകത്ത് ഇൻവോൾവ്മെൻ്റ് ഉണ്ട് എന്ന് കരുതുന്നു. ഏതായാലും അത് അയാൾ വീട്ടിൽ നിന്ന് പോയി അവിടെ ഒരു വീടിനടുത്ത് വരെ ചെന്നതായിട്ടും അതിൻ്റെ മൊബൈൽ ലൊക്കേഷൻ അവിടം വരെ കാണുന്നുണ്ട്. പിന്നെ കണ്ടിട്ടില്ല. ഇപ്പോൾ ഏകദേശം 1 വർഷം കഴിഞ്ഞിരിക്കുന്നു. 1 വർഷത്തിൽ ആ ആൾക്ക് എന്ത് സംഭവിച്ചു, ജീവൻ തന്നെ അപകടത്തിലായിട്ടുണ്ട് എന്ന് വേണം കരുതാൻ. അത് ഒരു ക്ലൂ ഇല്ലാതെ ഇതുവരെ നിൽക്കുകയാണ്. അതിനകത്ത് ADGP ഇടപെട്ടു
എന്ന് വാർത്തകൾ. അതുകൊണ്ടാണ് കേസാന്വേഷണം മുന്നോട്ടന്ന് പോകാതെ ഇരുന്നതെന്ന് പറയുന്നുണ്ട്. സ്വർണ്ണക്കടത്തുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടീം അതിനകത്ത് ഉൾപ്പെട്ടു എന്ന് വേണം കരുതാൻ. കാരണം സ്വർണ്ണക്കടത്തിലെ പല കാര്യങ്ങളും അവിടുത്തെ ഒരു പയ്യനെ അറിയാം എന്ന് അയാളുടെ ജ്യേഷ്ഠൻ്റെ അടുത്ത് പറഞ്ഞു. അയാൾ ചെമ്പംകുന്നിൻ്റെ അടുത്ത് പുലിക്കുന്നെന്ന് പറയുന്ന സ്ഥലത്ത് ഈ പയ്യൻ ഇങ്ങനെ പറഞ്ഞ പയ്യൻ വെടിയേറ്റ് കിടക്കുന്നു. ആ ഷാനെന്ന് പറഞ്ഞ ആ പയ്യനെ എൻ്റെ ജ്യേഷ്ഠന് ഇയാൾ പറഞ്ഞു, സ്വർണ്ണക്കടത്തുമായിട്ട് ബന്ധപ്പെട്ട കുറേ വിവരങ്ങൾ എൻ്റെ മൊബൈലിലുണ്ട് എന്ന് പറഞ്ഞു. അതങ്ങനെ പുറത്തു പോയിട്ടിരിക്കാം. ഈ പയ്യനെ തട്ടിക്കൊണ്ട് പോയി. അത് ആരാണ് അയാളെ കൊന്നതെന്നറിയത്തില്ല. അവിടുത്തെ പുലിക്കുന്ന് മലയിൽ ഇയാളെ വെടിവെച്ച് കൊന്നിരിക്കുന്നു. ആ വെടിവെച്ച് കൊന്ന ആ തോക്ക് വീട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ട് പോയ അവരുടെ സുഹൃത്തായ ഷാനിൻ്റെ വീട്ടിലെ വിറകുപുരയിൽ നിന്നാണ് ആ തോക്ക് കിട്ടിയത്. പക്ഷേ കൊല്ലപ്പെട്ട ആൾ, വെടിയേറ്റ് മരിച്ച ആൾ നേരത്തെ തൃശ്ശൂർ കൊരട്ടിയിൽ ഒരു സ്വർണ്ണക്കടത്ത് കേസുമായിട്ട് ബന്ധപ്പെട്ട് പ്രതിയായിരുന്നു എന്നുള്ളതാണ്. 24 വയസ്സുള്ളെങ്കിലും അവിടുത്തെ സ്വർണ്ണക്കടത്തുമായിട്ട് ബന്ധപ്പെട്ട് അതിനാളെ തട്ടിക്കൊണ്ടുപോയി സ്വർണ്ണം അപഹരിച്ച കേസിലെ പ്രതിയായി ജാമ്യത്തിൽ നിൽക്കുന്ന ആളാണ്. അയാളെയാണ് ഇപ്പം തട്ടിക്കൊണ്ട് പോയത്. അയാളെ തട്ടിക്കൊണ്ട് പോയിട്ട് അവിടുത്തെ പുലിക്കുന്ന് മലയിൽ പിന്നീട് അയാളുടെ മൃതദേഹം കണ്ടു. തൊട്ടടുത്ത് അയാളുടെ തോക്കുമുണ്ട്. മാമിയുടെ തിരോധാനത്തിൻ്റെ ഒപ്പം തന്നെ ഈ കേസും നമുക്ക് തിരോധാനത്തിൻ്റെ കേസ് പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ്. ഒരു പ്രത്യേക ഗ്രൂപ്പുകൾ കോഴിക്കോട് ഭാഗത്ത് തട്ടിക്കൊണ്ടുപോകാൻ എക്സ്പെർട്ടായ ആൾക്കാരുണ്ട്. അത് ആ കണ്ണിക്കകത്ത് കുറേയധികം സ്വർണ്ണക്കടത്തുമായിട്ട് ബന്ധപ്പെട്ടും ഗുണ്ടകളായിട്ട് കുറേ ആൾക്കാരുണ്ട്. അതിലൊരു 2 പേരായിരിക്കണം, ആ ഗ്രൂപ്പിനകത്തുള്ള 2 പേരായിരിക്കണം. കാരണം അത് പ്രൊഫഷണലായിട്ട് അവർ ചെയ്യുന്ന പണിയാണ്. അതിലുള്ള 2 പേരായിരിക്കണം ഇപ്പം മൈസൂരിൽ ഈ പയ്യനെ തട്ടിക്കൊണ്ടുപോയി താമസിപ്പിച്ചത്. അത് കൊട്ടേഷനാണ്. കാരണം അവിടുത്തെ കൊട്ടേഷൻ എടുക്കാൻ ധാരാളം ആൾക്കാരുണ്ട്. ഒരാളെ തട്ടിക്കൊണ്ടുപോയി ഇന്ന സ്ഥലത്ത് കൊണ്ട് ഏൽപ്പിച്ചാൽ മതി. അങ്ങനെ ഏൽപ്പിച്ച് പലരും പിന്നീട് കൊല്ലപ്പെട്ട സംഭവങ്ങൾ നമുക്കറിയാം. പക്ഷേ ചില കേസ് ഇപ്പം ആദ്യമായിട്ടാണ് ഒരു പയ്യൻ ജീവനോടെ തിരിച്ചു വന്നത്. കേരളത്തിലെ സ്വർണ്ണക്കടത്തും അതുപോലെ തന്നെ പണം അവാല ഇടപാടുമായിട്ട് ബന്ധപ്പെട്ട് പല കൊലപാതകങ്ങളും നടക്കുന്നുണ്ട്. പലതിനും തുമ്പില്ലാതെ പോകുന്നുണ്ട്. പല കേസുകളും നമുക്കറിയാം. അതിനകത്ത് പണ ഇടപാടും സ്വർണ്ണ ഇടപാടും വ്യക്തിവൈരാഗ്യത്തിൻ്റെ അല്ല, മിക്കവാറും ഗൾഫുമായിട്ട് ബന്ധപ്പെട്ട ക്യാഷ് അല്ലെങ്കിൽ സ്വർണ്ണക്കടത്ത് ഇത് രണ്ടും ബന്ധപ്പെട്ടാണ് ഈ തട്ടിക്കൊണ്ടുപോകൽ കൂടുതൽ നടന്നത്. അതുകൊണ്ട് പോലീസ് കുറച്ചുകൂടെ ജാഗരൂകരായിരിക്കണം. ഈ ഗ്യാങ്ങിനെ ഒതുക്കിയേ പറ്റുള്ളൂ. ഇപ്പം തന്നെ ഇതിനകത്ത് ഈ തട്ടിക്കൊണ്ടുപോയ മൈസൂരിൽ കൊണ്ടുപോയ ആ പയ്യൻ്റെ കേസ് കുറച്ച് കാര്യമായിട്ട് അന്വേഷിച്ച മറ്റ് കേസിനും മാമിയുടെ കേസിനും ചിലപ്പം അതിന് ഒരു ക്ലൂ ഉണ്ടാകാം. കാരണം അന്വേഷണ റോഷനെ കൊണ്ടുപോയ അത് കൊട്ടേഷനാണ്. ആ കൊട്ടേഷൻകാർ തന്നെയായിരിക്കാം മാമിയുടെ കൊട്ടേഷൻ ഏറ്റെടുത്തത്. അവർ കൊട്ടേഷൻകാരെ ഏറ്റെടുത്ത് ആർക്കാണ് ആവശ്യം വ്യക്തിയെ അവിടെ കൊണ്ട് ഏൽപ്പിച്ചിട്ട് അവരുടെ പണം വാങ്ങിച്ചിട്ട് പോകാനുള്ള സാധ്യതയാണ് കൂടുതൽ. ഏതായാലും കൃത്യമായിട്ട് ഈ അന്വേഷൻ്റെ കേസ് അന്വേഷിക്കണം. അന്വേഷിച്ച് കഴിഞ്ഞാൽ മാമിയുടെ കേസിനകത്തും മറ്റേ പുലിക്കുന്നിൽ ആ മലയുടെ മുകളിൽ വെടിവെച്ച് കൊന്നയാളുടെ കേസിലേക്ക് ലീഡുണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത്.